വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന് ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചുകൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ താങ്ക് യു സർ. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കാറില്ലേ? എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. എടാ, എന്റെ ഈ പാലുവെള്ളം നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ കണ്ട് എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്താ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. സമാധാനത്തോടെ അങ്ങോട്ട് തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലട തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ, ഡോണ്ട് റിപ്പീറ്റ്. ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശമായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഹലോ, ഇല്ല ഫ്രീ ആണ്. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. ആരാണ്? സുഷമേണ? എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ? കാമരാജ് ലൈനൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ, അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ, എന്താണോ പ്രശ്നം? നരൻ ഇരിക്കുക. ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹിയിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയൊന്നുമല്ല, ഇവനവനെ നല്ല അടി അടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത്
അതും മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയെന്നാ പറയുന്നത്. അല്ല ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരൻ ഒന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നക്കാടുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നോണ്ട് പറയാ, വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നാരായൺ, അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാടിനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രേക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താണ് ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ഓക്കമാൻഡിലെ ഊച്ചാളിസിനെ വിളിക്കും. കിട്ടി. ആഭാസംഭാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടൂർ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോടാ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കണ്ണന്തിരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാളുടെ അൽസലേറ്റം പറ്റി വെറ്റുപോളി പറ്റി. ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാറ്റാനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് ഇമ്പതി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാകാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഹലോ, മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നൈക്കാടിന് മനസ്സിലാക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല, ഞാൻ ഒന്നിനും. വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. നീ ആരാ ചേട്ടേ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ, എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തോണ്ണ. കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി അണ്ണന്റെ പ്ലാൻ ഏറ്റില്ലെങ്കിൽ ഞാനും ഒരു ലോക്ക് ഇട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്ക് ഇട്ടാരും പറഞ്ഞാണ്. ചുമ്മാ ഷോ. അണ്ണ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പോനെ. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ആ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഞാനുമുള്ള കളിയാണ് തോന്നല്ലോ. ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തുള്ളൂ. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായും പൊളിച്ചിരിക്കണേ. ആ പയ്യനെ ഒന്ന് ചേർന്ന് വിളിച്ചു പറ, ഉടനെ പറ. ഓക്കെ സർ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. എന്തായി? ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണല്ലോ. പക്ഷിയല്ല, പരുന്ത്. പരുന്ത് പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞ സോറി. A+B² അത് കിട്ടിയില്ലേ? ഈ 2 ദിവസം കിട്ടിയോ 25 മീറ്ററിന്റെ? ഈ 9ഉം 10ഉം ഇത് എന്താ? എന്തിനാ അഞ്ജലി കരയുന്നത്? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പർ ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല, എന്താ മോളെ ചോദിച്ചാള്?
പൊതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ, ഇതും നടക്കും. എങ്ങനെ? ആരാ? എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയത്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് അലമാര തന്നെ തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഞങ്ങളുമൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ? മേലാളി കോമ്പൗണ്ടിൽ കയറി പോയത് കൊണ്ടുപോടോ. നോക്കി എന്നിട്ടെന്താവാൻ? അച്ഛന്റെ പണി പാപ്പനും കൂടായി. എന്റെ ജീവിതം പൊതുവാള് നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവത്തതാണ്. സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെ നഞ്ചരി ചേച്ചിട്ട് നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വലിയ പഴം തിരികെ വെച്ചേടാ പോത്തെ. നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പൊതുവാളെ ഞാൻ തട്ടും. എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണെ ഞാൻ കെട്ടും. എന്നിട്ട് അവളെ ഞാൻ കൊല്ലും. ഞാൻ സ്നേഹിച്ച് കൊല്ലും. ഏയ് നരൻ. ഹലോ നരൻ, സോറി, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എനിവേ, താങ്ക് യു വെരി മച്ച് നരൻ. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു ട്രീറ്റ് ഉണ്ട്. നരൻ തീർച്ചയായിട്ടും വരണം. ഓ ആണോ? എന്നാ ഒരു 11 o'clock കാണാം. അയ്യോ, 9 മണിക്ക് ഒരു 10 മണി. ഓക്കെ. നരനായിരുന്നു പാർട്ടി നാളെ മതിയെന്ന്. ഇന്നെന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ബ്ലഷിങ്. പിന്നെ സാർ ഓർഡർ എന്തെങ്കിലും വേണ്ടി വരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരോടിച്ചെൻ്റെ ബാക്കിയാണാവോ? ദിനമിതു കാത്തിരുന്നേറെ ഞാൻ, ചിരിമുഖമോർത്തിരുന്നേറെ ഞാൻ, മഴവില്ലു പോലെ വന്നിതാ നീ എന്നുമെൻ വിസ്മയം.
ഇനി ഇതൊരൻ പകൽ സ്വപ്നമോ സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു അഞ്ജലി 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 ഹോ അഞ്ജലി അഞ്ജലി അഞ്ജലി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ, എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ. തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്ര സമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ ആ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ്, എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ടാ അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛനെ സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ് പ്ലീസ്. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ് 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 പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലതും പൊട്ടാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. On behalf of all staff members, I welcome Mr. Satyanarayan to our family. Thank you. And I'm also taking privilege of this occasion to entrust Mr. Satyan some crucial responsibilities of Verma Designs. നമ്മുടെ 1-2 പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിനോ മെഷീനറിക്കോ മാൻ പവറിനോ വേണ്ടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നടത്താൻ നമുക്കാവില്ല. കമ്മോഡിറ്റികളുടെ പ്രൈസ് ഹൈക്കിന്റെ കാര്യം അൺതിങ്കബിൾ ആണ്. ബട്ട് there should be 20% increase in our total turnover graph. See madam, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ അഡ്വർടൈസ്മെന്റോ കൂട്ടാതെ എങ്ങനെയാണ് മാഡം പ്രോഫിറ്റ് മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? മാഡം, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സോ ഐ ടേക്ക് ദിസ് ഹോൾ റെസ്പോൺസിബിലിറ്റി വിത്ത് പ്ലഷർ ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ. I like your confidence. Thank you. And that's all for the time being. Thank you. താങ്ക്സ് ബഡി. എന്നാ ഇതെന്താണത്? ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ. കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മല കയറുന്ന പോലെ അഴിഞ്ഞഴിഞ്ഞിങ്ങനെ പോകുന്നത്. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ അത് ഭയങ്കര സിമ്പിൾ അല്ലണ്ണ. ഇവിടുന്ന് ദിവര ദിങ്ങനോട് വരച്ചാ പോരെ? എടാ, ഇത് പേപ്പറിൽ വരച്ച പോരാ. പിന്നെ ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക് നടക്കണം. അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്നു കയറും. ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഐ ആം ഗോയിങ് ടു ഡൈവേർട്ട് മൈ ലൈഫ് ടു ദ ഡൈപ്ലിക്കേഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ. എന്നുവെച്ചാ ശേഷം സ്ക്രീനിൽ This is how we do it. King Liar, let's double up the number. King Liar, let's get it to the target. King Liar, give me target. King Liar, come on, yeah. Target, to the target, get it to the target, to the target, get it to the
to the target. King Liar, gimme, gimme, gimme target. King Liar. This feat can be only described as unbelievable. And the whole credit goes to Mr. Satyanarayanan. സത്യനാരായണന്റെ ആക്ഷൻ പ്ലാൻ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്താൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിലും റാം ഷോസിലുമൊക്കെ നമ്മുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന കണ്ടസ്റ്റൻസ് തുടർച്ചയായി വിജയിച്ചിരുന്നു. വളരെ ചെറിയ ചെലവിൽ കിട്ടിയിരുന്ന വമ്പം പരസ്യങ്ങളും ഗുഡ്വില്ലും അത് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ ലീവ് ഇറ്റ്. ഞാനിപ്പോൾ ചെയ്ത ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലേബേഴ്സ് അറിയാതെ അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് ഓരോ മിനിറ്റ് വീതം ഞാൻ വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള സൈറൺ ഓരോ മിനിറ്റ് നേരത്തെയും, ഉച്ചയ്ക്കും വൈകിട്ടും ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള സൈറൺ ഓരോ മിനിറ്റ് താമസിച്ചടിച്ചപ്പോൾ ഡെയിലി വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സാണ് നമുക്കുള്ളത്. 2000 into 4 minutes per day, 8000 minutes. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസം. 30 into 8000 minutes, ഒരു മാസം 2,40,000 minutes. 3 മാസം ആവുമ്പോൾ അത് 12,000 മണിക്കൂറുകൾ, 12,000 hours. ഒരു ദിവസത്തെ ജോലി സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 5.5 വർഷം. അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ മിസ്റ്റർ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ, ഓ മൈ ഗോഡ്, യു ആർ സ്റ്റിൽ അലൈവ്. ഐ ആം ജസ്റ്റ് കിഡിംഗ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടെൽ യു മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ കൂട്ടാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഡത്തിന്റെ അനുവാദം കൂടാതെ ഒന്ന് ഞാൻ കൂട്ടി. വേറൊന്നുമല്ല, ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്ററിൽ നിന്നും ട്യൂബോളിന്റെ ഡയമീറ്റർ 12.5 മില്ലിമീറ്റർ ആക്കിയപ്പോൾ ഒറ്റഞ്ഞെക്കിൽ ട്യൂബിൽ നിന്ന് ചാടി വരുന്ന ക്രീമിന്റെ അളവ് കൂടി. 3 മാസം കൊണ്ട് ഒരാള് ഒരു ട്യൂബ് ഉപയോഗിച്ചിരുന്നത് 2 മാസം കൊണ്ട് തീർത്ത് പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസിന്റെ വിറ്റുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദറംസ്. ഒരു തുളയ്ക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? മിസ്റ്റർ കുമാർ, അല്ല മാഡം, അങ്ങനെയാണ് തുളവട ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാവണ്ടേ? ഇത് മാനിപ്പുലേഷൻ ആണ്. ആ, സൈലൻസ്. വലിയ ടേൺ ഓവറുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് മാനിപ്പുലേഷൻ നടത്താത്തതെന്ന് പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവരായർ മൃച്ഛകടിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അയ്യയ്യേ, അത് ഗീതയെ പറഞ്ഞല്ലേ? ആ, ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം സത്യസാബി ജഗുർമുഖം മാർഗേണ ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്തമർദ്ദനം. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഗുഡ് ബോയ്. ഇയാൾ ഭയങ്കര ഫ്രോഡാണ് മാഡം. വർമ്മ ഡിസൈൻസിന്റെ അന്തസ്സുണ്ട്. ഇയാൾ എപ്പം തന്നെ പറഞ്ഞയക്കണം. Within a span of 3 months, he generated a profit of 16 million dirhams. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത്. കുമാറിന്റെ ചാർജിലുള്ള കാര്യങ്ങൾ കൂടി ഇനി സത്യൻ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. അതിനുള്ള എഫിഷ്യൻസി ഇയാൾക്കുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. 2 ദിവസം ലീവ് വന്ന മണി വെള്ളം പഠിച്ചിട്ട് പറഞ്ഞുതരാം. കുമാർ, സോറി മാഡം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ സത്യൻ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. You said it, madam. If you don't mind, അതിൽ മത്സരിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാം. അതിന്റെ ആവശ്യമില്ല. അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. Sure. A small token of appreciation. എനിക്ക് BMW ഒരു കളക്ഷൻ തന്നെയുണ്ട്. 5th one. Thank you. ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും ആരും പോയി തന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്നാ പിന്നെ വർമ്മ ഡിസൈൻസ് ഒരു മൂലയ്ക്കെന്ന് ഞാൻ കുളം തോണ്ടി തുടങ്ങിക്കോട്ടെ സാറേ? അതല്ല നിന്റെ ജോലി. അപ്പൊ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല, മഴയത്ത് കൂണുകൾ ഇറക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വർമ്മ ഡിസൈൻസ്. അതിലൊരു കുമ്മായപ്പാളി ഇളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല.
എന്ത് വില കൊടുത്തും ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതാണ് നിന്റെ ജോലി. എന്താ എൻ്റെ പൊന്ന് സാറേ, സംഭവമൊക്കെ ശരി തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നുമ്പോൾ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെയും തലയിൽ വെക്കണോ? അത് വെറും കുരിശല്ലട്ടാ, കോൺക്രീറ്റ് കുരിശാ. ഭർത്താവ് ഉദ്യോഗത്തിന് പിന്നെ പോയാലുണ്ടല്ലോ, പണ്ട് കർത്താവിന് പണി കിട്ടിയ പോലെയായി പോവും. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. ആ പിശാചിനെ ഇനി ഒരു അക്ഷരം ദേവിയെ പറ്റി പറഞ്ഞ സോറി. ചേച്ചിനെ കൊണ്ടുവരാൻ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ, പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു, സോറി ട്ടാ. മാഡം നടക്കാൻ വയ്യെങ്കിൽ I'm fine, don't worry about it. അയ്യോ സൂക്ഷിച്ചു മാഡം. I'm fine, മാഡം it's okay. ഇഫ് യു ഡോണ്ട് Don't മൈൻഡ് worry. വേണമെങ്കിൽ ഞാൻ ചുമലിലെടുക്കാം മാഡം. ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശിനൊക്കെ എടുത്തുകൊണ്ട് നടക്കാറുള്ളതാ. സൂക്ഷിച്ചു വേണേ, കൂളാണ്. അല്ലെങ്കിൽ നമ്മൾ എന്റെ അമ്മോ, വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടേക്ക. ഇതെങ്ങനെയാ നിർത്തണത്? ഇവിടെ അടിച്ച് പൊളിക്കണല്ലേ കള്ളാ. അഞ്ജലി, എടാ ഒന്ന് സഹായിക്കടാ. അഞ്ജലി, അഞ്ജലി ആക്ച്വലി എന്താണ് ഇതായിരുന്നല്ലേ നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്? അഞ്ജലി ഞാൻ പറയണ്ട, വണ്ടി എടുക്കും. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്. എടാ നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോട്ടില്ലേ? ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ ഫാന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി കളിച്ചിട്ട് പഠിച്ചിരിച്ച് കളിച്ചിട്ടൊക്കെ പറയാൻ പറഞ്ഞത്. എടാ നിന്റെ തലയിൽ ചെളിയാണോടാ മന്ദബുദ്ധി? എനിക്ക് എങ്ങനെ അറിയണം? അണ്ണൻ ബാഹുബലി ലിംഗോ ചുമന്നോണ്ട് നിൽക്കണ പോലെ മാഡത്തിനെ ചുമന്നോണ്ട് നിൽക്കണെന്ന്. ഇനി എന്റെ കൂടെ വരെ പ്രത്യേകം പറഞ്ഞോടാ. ബാക്കിലുണ്ട്, വിട്ടോ. എന്റെ അമ്മ ഏത് കോട്ടായ്മ എപ്പസ് പോലെ എണ്ണ പുറത്ത് നോക്കി ഒന്നുമില്ല എടുക്കുന്ന വെയിറ്റും. ഇനി ഈ ലോൺ ഇറക്കിയിട്ട് വേണം അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ. എടാ ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണമെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ അണ്ണി പറയുന്നതിൽ മിച്ചം വേണ്ടേ? അയ്യോ സോറി. എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ഓ അയ്യപ്പ ഇവിടെ കിടപ്പുണ്ടല്ലോ. അയ്യോ അണ്ണാ അണ്ണാ ഞാൻ കേറിട്ടില്ല. ചിരിക്കലാ ഓട്ടക പട്ടി. ബടിയൊരു ലിഫ്റ്റ് തരൂ. സാർ ഞാനിപ്പോൾ അഞ്ജലിയെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോയിരുന്നു സാറിന്റെ. അവളെന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഞ്ജലിയായിട്ട് സംസാരിക്കണം, നമ്പർ വേണം. അവളുടെ ഫ്ലാറ്റിൽ പോകുന്ന എന്നോട് ആരാ പറഞ്ഞത്? അവളോട് സംസാരിക്കുന്ന പോയിട്ട് അവളെ കാണാൻ പോലും ശ്രമിക്കരുത് നീ. സാർ സാർ പ്ലീസ്, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നോ, ദേവികയെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിന്റെ ആളാണ് അഞ്ജലി എന്നറിഞ്ഞാൽ അത് മതിയല്ല അവസാനിക്കാൻ. ഇനി എൻ്റെ ലൈഫ് വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യ, ഞാനും നീയും മാത്രമായിട്ടുള്ളതാണ് ഈ കരാർ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമതൊരാൾ അറിയരുത്. തൽക്കാലം അഞ്ജലി നിന്റെ ആരുമല്ല. സാർ ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി മലയാളം അറിയാൻ പാടില്ല. ഒന്നും നടക്കുമോ ഓർക്കേ? അണ്ണാ അണ്ണ എഴുന്നേറ്റേ. അണ്ണാ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പാങ്കാലത്ത്? വർമ്മ സാറാ. സാറേ, അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവൾ ഇല്ലാന്ന്. അയ്യോ, ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എടാ തെണ്ടി. ഹലോ, അയ്യോ സോറി സാറേ, ഞാൻ ഇവിടെ പറഞ്ഞ ആരെന്ന് വാല് ഓർത്ത് നോക്കണം. അണ്ണ ഞാൻ ഇവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ? ഹലോ, ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം.
ഇവിടെ ഇരിക്കൂ. അല്ല അകത്തിരിക്കാം. വരും മാഡം, വരും വരും. ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയാ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്, അല്ല മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുവാ മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി, വരൂ മാഡം. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്താ ഇടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? ഇല്ലേ? ഇല്ല. മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത് ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി 8:22 പുറത്തിറങ്ങി. ഓ 8:50 to 8:22 7 minutes. എന്താ ഒരു പൊട്ടൻചിരി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം. അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായ്മ. കൂർക്ക കണ്ടിട്ട് ആട്ടും കാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അവസാനം സമ്മതിച്ച് മേഡം ഇയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം. അതിനുമുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് പുറത്തായ? വർമ്മയുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വരട്ടി, ഒതുക്കി. യെസ്, അവൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല, അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഹേയ്, ഇറ്റ്സ് ഓക്കെ സത്യൻ, പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. ഒരു കണക്കിൻ്റെ ഷർട്ട്. വാട്ട്? അല്ല, അവർ 1 ലക്ഷം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ, താങ്ക് യു സോ മച്ച്. സത്യൻ മാഡം, ഏതായിരുന്നു ആ പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസക്ക് മറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഫ്രണ്ട്? ഫാം ഹൗസിൽ നമ്മൾ 2 പേര് മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണുമല്ല, താണ് തോന്നിയതാണ് ശരിക്കും. Anyway, leave it. Thanks, Satyan. Thank you for everything. That's my duty, madam. എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു. പിന്നെ പെട്ടു. ഹലോ സാറേ. അഞ്ജലി അവളിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറേ, തലയിലേക്ക് ഒന്നും മഞ്ഞില്ല. 1 മിനിറ്റ് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. സാറേ, ഒരു കാര്യം ചെയ്യ്. സാർ അഞ്ജലി ഇപ്പൊ കാണണ്ട. ഞാനിപ്പോ നേരിട്ട് വരാം. സാറ് പേടിക്കണ്ട, അവളങ്ങനെ പോവില്ല. ഞാനല്ലേ ഉറപ്പ് പറയണത്. ഓക്കേ മാം? നോ താങ്ക് യു. മിസ്റ്റർ ആനന്ദ് വർമ്മ. എക്സ്ക്യൂസ് മീ സർ. യെസ്, എക്സ്ക്യൂസ്ഡ്. നിന്റെയൊക്കെ ആനന്ദ് വർമ്മയ്ക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണെന്ന്, എന്റെ കണ്ണിലെ തീക്ഷ്ണത സഹിക്കാൻ പറ്റണില്ലെന്ന്. വേണ്ട, എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാലോ. അവിടെ 2 കിലോ. എടോ വർമ്മേ, താൻ ഇത്രയും വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. അൾട്ടിമേറ്റ് ചെറ്റേ, തന്റെ കൂടെ ചേരാതെ തന്റെ ഭാര്യയുടെ കൂടെ ചേർന്നതിന്റെ പകവക്കാരനല്ലോ താൻ നാട്ടിൽ നിന്ന് അഞ്ജലി ഇങ്ങോട്ട് പൊക്കിയത്. അരുതേ, ചെയ്യരുതേ, കൊണ്ടുവരരുതേ എന്നൊക്കെ തന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലടോ. എന്നിട്ടും താൻ കേട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് താൻ അവളെ കൊണ്ടുവന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. താൻ എനിക്കിട്ടൊരു ബ്രഹ്മ വെച്ചപ്പോ അഞ്ജലിയെ കാണിക്കാൻ തന്റെ കെട്ടുകളെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു ഡാൻസ് കളിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കറിയായിരുന്നു അവളപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. താൻ ആരാന്നാണോ തന്റെ വിചാരം? മോന്ത നിറച്ച് താടി, തൊണ്ട നിറച്ച് ബാസും, പോസ്റ്റിന്റെ പൊക്കവും. എടോ, താൻ ഫാഷൻ കൊണാണ്ടർ ആണെങ്കിലേ കാട്ടാനയ്ക്ക് വരെ അണ്ടർവെയർ തയ്ക്കുന്ന ഗജറ്റ് ടൈലർ ആണോടോ ഞാൻ. അഞ്ജലി ഐശ്വര്യയൊക്കെ താൻ തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വാങ്ങി വെച്ചേക്കടോ അടുപ്പിന്ന്. എടോ, താനൊന്നും നഷ്ടപ്പെടുത്തണ്ട. അവളെ കൊണ്ടുവരാൻ വേണ്ടി താൻ ചെലവാക്കിയ എന്റെ 4 ഇരട്ടി 50,000 dirhams. ഇനി റാമ്പേൽ അവളെ കയറ്റാൻ നോക്കിയാൽ മുടിഞ്ഞ മോനെ മുണ്ടാട്ടി മോറ ഡെപ്യൂട്ടി കൊണസ തന്റെ അമ്മൂമ്മയുടെ 16. വെക്കണോ ഫോൺ? അല്ല പിന്നെ
എന്നോടാ കളി. ഓ മൈ ഗോഡ്, അഞ്ജലി എന്താ ഇവിടെ? ഹലോ വർമ്മ സർ, ഞാൻ അഞ്ജലിയാണ്. പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാർ തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തെ എന്നുള്ളം കഴുകതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെരി ഇസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു? കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് ആൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസം. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആൻഡപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്നുമില്ലാത്തവനാണ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവന് ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിൽ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? Believe me, Anjali, upon God. നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്. മൊത്തം കുഴപ്പമില്ലണ്ണ. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളയും രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുണ്ട് അഞ്ജലി ചേച്ചെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്ന? കൂട്ടുകാരിക്ക് തല്ലുള്ളതായിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ പ്രശ്നത്തേക്ക് നോക്കാൻ പറ്റിയ സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളം ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പിലെന്നല്ല ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടിയുള്ളതായിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത്. അഞ്ജലിക്ക്
ആണല്ല, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനകത്ത് സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് ചെയ്ത് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് ഓർക്കോട്ടോ. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെപ്പോ. ഇനി ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് ഇതിപ്പോ തന്നെ വിട്ടോ. താങ്ക് യു. അഞ്ജലി മാഡം ഒന്ന് വേഗമാക്കോ. ഒരു മിനിറ്റ്. സൂസൻ, മിസ്റ്റർ ആനന്ദ് വർമ്മയ്ക്ക് ബിസിനസ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫ്രീക്വന്റ് ഫ്ലൈ കാർഡ് ഉണ്ടായിരുന്നില്ല. സോ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, യെസ് ഈ ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞത് വർമ്മ ഡിസൈൻസിന്റെ? യെസ് സർ, VVIP ലോഞ്ചിലുണ്ട്. സാറിന്റെ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ഇൻഫോം ചെയ്യാനാ. ഓക്കെ. സോറി സാർ, മിസ്റ്റേക്ക് ആയിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സാർ, സാറിന്റെ ഫസ്റ്റ് കസിൻ ഒരു മിസ്റ്റർ നരേന്ദ്ര വർമ്മ കാണണമെന്ന് പറയുന്നു. ഓക്കെ സാർ. വർമ്മേട്ട ഒന്നും വിടാൻ പറയും. താങ്ക് യു. ഹലോ. ചാടി എഴുന്നേക്കരുത്, ഞാൻ ചാവരല്ല. ഇരിക്കും. വർമ്മേട്ടനെ മനസ്സിലായില്ലേ? ആ നിലമ്പൂർ കോവിലത്തോളം. ഇരിക്കും. എല്ലാവരും ഇരിക്കൂ. വർമ്മേട്ട എന്നെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടാൽ അറിയും. ഞാനാണ് വർമ്മേട്ട, മനസ്സിലായില്ല? വർമ്മേട്ട അവിടെ ഇരിക്കേ, കാണുമ്പോ തന്നെ ചാടി എഴുന്നേക്ക. എന്തൊരു ബഹുമാനം അത്. ഇരിക്കേ. വർമ്മേട്ട ഭാര്യയില്ലേ ദേവിക വർമ്മേച്ചിയുടെ വകയിലുള്ള അനിയത്തില്ലേ ശാരദോപ്പോൾ എന്നെ ചെറുപ്പത്തിൽ എടുത്തെന്ന് പറഞ്ഞ എന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ ഒക്കത്തുനിന്ന് പോയിട്ടില്ല. അന്നിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർമ്മേട്ട സത്യമായിട്ട് ഞാനൊരു മുട്ടം പ്രശ്നത്തിലാ. ഏട്ടൻ വിചാരിച്ച പുട്ടുപോലെ അത് പരിഹരിക്കാൻ പറ്റും. ഏട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ഏട്ടാ. എന്റെ വർമ്മേട്ട ആളെ അറിയാൻ നോക്കിയിട്ടാണോ നമ്മൾ ആക്സിഡന്റ് പറ്റി ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്? എല്ലാത്തിനേക്കാളും വലിയൊരു അപകടത്തിൽ ഞാനിപ്പോ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ എന്റെ ജീവിതം രക്ഷപ്പെടും. ഞാൻ കാല് പിടിക്കേട്ടാ. സോറി, പിടിച്ചത് കൈയാണെങ്കിലും കാലാന്ന് വിചാരിക്കേട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, എൻ്റെ ഭാര്യ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ വിവാഹമോചനത്തിന്റെ വക്കില. ഏട്ടനൊരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളുടെ മുമ്പിൽ വെച്ച് എന്നെ നരൻ എന്നൊന്ന് വിളിക്കണം. ആനക്കാനയുടെ വലിപ്പറിയില്ല. ഏട്ടന് സ്വന്തം വാക്കിന്റെ വിലയും. ഏട്ടന്റെ വലിയ ഫാനാണ് എൻ്റെ ഭാര്യ. പൂജാമുറിയിലെ ദൈവങ്ങൾക്കൊപ്പമാണ് ഏട്ടന്റെ ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദ് വർമ്മ എൻ്റെ പരിചയക്കാരനാണെന്ന് അറിഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധത്തിലെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഏട്ടൻ എന്നെ വിളിക്കില്ലേ? എന്നേട്ടൻ എന്നെ വിളിക്കില്ലേ? ഏട്ടന്റെ മോഹം കണ്ടാലറിയാം എന്നെ വിളിക്കുന്നു. വിളിക്കും. കൊള്ളാലോ. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. എത്രയോ പേർക്ക് എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ആളാ വർമ്മേട്ടൻ. ഒറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞ പുണ്യല്ലേ വർമ്മേട്ട? ഇത് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്. പിന്നെ ഞാൻ വിശ്വസിച്ച് പോവാണ്. എന്റെ പേര് മറക്കരുത്, നരൻ. NARAN, നരൻ. അല്ലെങ്കിൽ വേണ്ട, വാനരന്റെ വാ കട്ടിയാ മതി, നരൻ. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. വേറെ ഇപ്പൊ എന്താ ആലോചിക്കാമോ? ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ. ഓക്കെ അല്ലേ മോനെ ദിനേശ? അത് ഫിക്സ്, മറക്കരുത്. ഞാനൊരു വേഴാമ്പലപ്പൽ അങ്ങോട്ട് പോവാണ്. ചൈച്ചക്കല്ലേ വിളിച്ചേക്കണേ. ഇവിടെ അല്ല, അവിടെ വന്ന് വിളിക്കണം. പിന്നെ മിസ്റ്റർ വേണ്ടട്ടാ, ഈ ഇന്റിമസി പോവും. എല്ലാവരോടും ഷറക്കേക്കണേ. ഒന്ന് പറഞ്ഞേ, നരൻ. അതെ, ബടി പോലെ ഇരിക്കല്ലേ. ഒന്ന് ഷറക്കേണേ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി കുറച്ചിട്ട് നരൻ എന്ന് വിളിച്ച് കൊളാക്കല്ലേ. പ്രാക്ടീസ് ചെയ്യ്.